നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മട്ടൻ ദം ബിരിയാണിയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. തലശ്ശേരി സ്റ്റൈലിലുള്ള മട്ടൻ ബിരിയാണിയാണ് നമ്മളിപ്പോൾ റെഡിയാക്കുന്നത്. നല്ല മണവും നല്ല രുചിയുള്ള ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. ഞാനിവിടെ 750 ഗ്രാം മട്ടനാണ് ഈ ബിരിയാണിക്കായിട്ട് എടുക്കുന്നത്. ഇതൊരു 6 പേർക്ക് വിളമ്പാൻ പറ്റുന്ന അളവിലുള്ള ഒരു ബിരിയാണി റെസിപ്പിയാണ്. ആദ്യം തന്നെ ഈ മട്ടൻ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് വേവിക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട്. ആദ്യം കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊന്ന് ചതച്ചെടുക്കണം. ഇവിടെ ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതായത് 35 ഗ്രാം. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, അതായത് 20 ഗ്രാം. പിന്നെ കുറച്ച് പച്ചമുളക്, അത് എരിവിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ വെള്ള കാന്താരിയാണ് ഉപയോഗിക്കുന്നത്, ഒരു 10-12 എടുത്തിട്ടുണ്ട്. ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. നല്ലപോലെ പേസ്റ്റ് ആവണമെന്നില്ല, നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഇനി മട്ടൺ വേവിക്കാനായിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് എടുക്കാം. ഇതിലേക്ക് ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ബിരിയാണി മസാലപ്പൊടി. ഇതെങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. പിന്നെ ഇപ്പം ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ നിന്ന് ഒരു 1/3 ഭാഗം ഇപ്പം ചേർക്കാം. ഇനി ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് വേവിക്കാനായിട്ട് വെക്കാം. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ മട്ടനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നോളൂ. ഇത് കുക്കറിലല്ലാതെയും നിങ്ങൾക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ കൂടുതൽ സമയം വേണ്ടിവരും മട്ടൻ വെന്ത് കിട്ടാനായിട്ട്. ഒരു 40 മിനിറ്റ് 45 മിനിറ്റ് ഒക്കെ വേണ്ടിവരാം. ഇനി കുക്കറിൽ വേവിക്കുമ്പം ഞാൻ ചെയ്യാറുള്ളത്, ആദ്യത്തെ വിസിൽ വന്ന ശേഷം തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 7 മിനിറ്റാണ് വേവിക്കുന്നത്. എന്നിട്ട് ആ പ്രഷറൊക്കെ പോയി കഴിഞ്ഞ ശേഷം കുക്കർ തുറക്കുമ്പോഴേക്കും മട്ടൻ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ മട്ടൻ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ബിരിയാണി മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി മീഡിയം സൈസിലുള്ള 4 സവാളയാണ് എടുക്കേണ്ടത്, അതായത് 350 ഗ്രാം സവാള. ഈ സവാള നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കണം. എന്നിട്ട് ഇതിൽ പകുതി നല്ല കരുകരുപ്പായിട്ട് എണ്ണയിൽ വറുത്ത് കോരണം. ബാക്കി പകുതി വഴിച്ചെടുക്കുകയാണ് വേണ്ടത്. വറുത്തെടുക്കാനായിട്ട് ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഈ സവാള കുറേശ്ശായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് വറുത്ത് കോരാം. സവാളയ്ക്ക് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാനായിട്ട് ഇതിൽ കുറച്ച് പഞ്ചസാര ചേർക്കുന്നത് നല്ലതാണ്. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഉപയോഗിക്കാവുന്നതാണ്. ഇതേപോലെ ഒരു ഗോൾഡൻ ഷെയ്ഡ് കണ്ടു തുടങ്ങുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, പെട്ടെന്ന് ഇതിൻ്റെ കളർ മാറിപ്പോകും. സവാള ഒത്തിരി അങ്ങ് മൂത്ത് പോയാൽ ഗ്രേവിക്കൊരു കയ്പ്പ് രസം ഉണ്ടാകും. നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ വേഗം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ള സവാളയും കൂടി വറുത്തെടുക്കണം. അതായത് നമ്മളെടുത്ത സവാളയിൽ നിന്നും പകുതി സവാള വറുത്ത് കോരി ഒരു അരിപ്പയിലേക്ക് എടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് വിടർത്തിയിടാം. സവാള മുഴുവൻ വറുത്തെടുത്ത ശേഷം ഇത് എണ്ണയിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്തിട്ട് അതൊരു ഗോൾഡൻ കളർ ആകുന്നവരെ വറുത്തെടുക്കാം. ഞാൻ 25 ഗ്രാം അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് ഉണക്കമുന്തിരി, ഒരു 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും കൂടെ വറുത്തെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് വീർത്ത് വന്ന് തുടങ്ങുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം. ഈ ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി സവാള വഴറ്റിയെടുക്കാം. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കാം. എന്നിട്ട് വഴറ്റാനായിട്ട് വെച്ചിട്ടുള്ള സവാള ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ നിറം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് വഴന്നു വന്നാലാണ് ബിരിയാണി മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. സവാള ഇതുപോലെ നിറമൊക്കെ മാറി വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ചേർക്കുക. എന്നിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്നവരെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. അതായത് 150 ഗ്രാം തക്കാളിയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. തക്കാളി ഇതിലേക്ക് നന്നായിട്ട് യോജിച്ച് ചേരുന്നത് വരെ വഴന്ന് കിട്ടണം. തക്കാളി പെട്ടെന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഒരു കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചിട്ട് വഴറ്റുന്നത് നല്ലതാണ്. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റോളം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. തക്കാളി ഇതുപോലെ ഇതിലേക്ക് വെന്തലിഞ്ഞ് ചേർന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ 3/4 ടീസ്പൂൺ ബിരിയാണി മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർക്കാം. നമ്മളിതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. ഇത്രയും മസാലപ്പൊടികൾ മാത്രമേ ചേർക്കുള്ളൂ.
ഇനി ഈ ഗ്രേവിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയും പുതിനയിലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 2 പിടി മല്ലിയില, 1 പിടി പുതിനയില ഇതിലേക്ക് ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ചേർക്കാനുള്ളത് തൈരാണ്. ആവശ്യത്തിന് പുളിയുള്ള 3 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. തൈരൊന്ന് ബീറ്റ് ചെയ്ത് സ്മൂത്ത് ആക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഗ്രേവി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അതിൻ്റെ പുളിക്ക് കുറവുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഒരല്പം നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല, ആവശ്യത്തിന് പുളിയുണ്ട്. ഇനി നമ്മൾ ആ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൻ ആ സ്റ്റോക്കോട് കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കാം. ഈ മട്ടനും ഗ്രേവിയും നന്നായിട്ട് യോജിച്ച് വരുന്നത് വരെ ഒരു 2 മിനിറ്റോളം ചെറിയ തീയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായിട്ടുണ്ട്. അധികം അങ്ങ് വറ്റിച്ചെടുക്കണ്ട, നമുക്കിനി ദം ചെയ്യാനുള്ളതാണല്ലോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ, അതിനൊരല്പം ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. ബാക്കിയുള്ളത് കൈകൊണ്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ ബിരിയാണി മസാല ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതൊരു സൈഡിലേക്ക് വയ്ക്കാം. ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം. ഈ ബിരിയാണിക്ക് ജീരകശാല അരി അഥവാ കൈമ അരി അത് ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിവിടെ 3 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകിയ വെള്ളം ക്ലിയർ ആകുന്നവരെ നന്നായിട്ട് കഴുകിയെടുക്കാം. എന്നിട്ടിത് കുറച്ച് വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഒരു 30 മിനിറ്റ് കുതിർത്തിയെടുക്കണം. സാധാരണ എല്ലാ ജീരകശാല അരിയും കുതിർത്തിയെടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ള അരി ഇങ്ങനെ കുതിർത്തിയെടുക്കുമ്പോൾ മാത്രമാണ് പാകത്തിന് വെന്ത് കിട്ടുന്നുള്ളൂ. ഇപ്പോൾ ഒരു 30 മിനിറ്റ് ഇത് കുതിർത്തിയെടുക്കാം. അതിനുശേഷം അത് ഒരു അരിപ്പയിലേക്ക് മാറ്റി അതിൻ്റെ വെള്ളം മുഴുവൻ വാർന്നു പോകുന്നവരെ മാറ്റി വയ്ക്കണം. അങ്ങനെ വെള്ളം മുഴുവൻ വാർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് നെയ്ച്ചോറ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കാം. അതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. അതായത് ഒരു 4 ഏലക്ക, 3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, ചെറിയ കഷ്ണം തക്കോലം, പിന്നെ കുറച്ച് സാജീരകം, 1/2 ടീസ്പൂൺ സാജീരകം ഇത്രയും ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള കനം കുറച്ച് അരിഞ്ഞ് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് വഴന്നു വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് 2 വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി ചേർക്കണം നിർബന്ധമില്ല, ഓപ്ഷനിലാണ്. റൈസിനൊരു പ്രത്യേക ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള അരി ചേർത്തിട്ട് ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക. അരിയിലേക്ക് ആ നെയ്യൊക്കെ ഒന്ന് കോട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ വെന്ത് കഴിയുമ്പോൾ അത് ഒട്ടിപ്പോയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 5.25 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. അതായത് 1 കപ്പ് അരിക്ക് 1.25 കപ്പ് എന്നുള്ള കണക്കിലാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വന്ന് തുടങ്ങിയാൽ മൂടി വെച്ച് വേവിക്കാം. തീ കുറച്ച് വെച്ചിട്ട് ഈ വെള്ളം മുഴുവൻ വറ്റി വരുന്നതിൽ വേവിച്ചെടുക്കാം. ഒരു 7 മിനിറ്റ് കൊണ്ടൊക്കെ ഇത് റെഡിയാക്കിയിട്ട് ഇപ്പോൾ ഇവിടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. റൈസ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഈ റൈസ് റെഡിയാക്കിയിട്ടുള്ള പാത്രത്തിൽ തന്നെയാണ് ദം ചെയ്യുന്നത്. ഇത് നല്ല കട്ടിയുള്ളൊരു പാത്രമാണ്. അപ്പോൾ ഈ റൈസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഈ പാത്രത്തിൻ്റെ ഏറ്റവും അടിയിലായിട്ട് മട്ടൻ മസാല മുഴുവൻ നിരത്തി കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഈ റൈസിൻ്റെ പകുതി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ബിരിയാണി മസാലപ്പൊടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് റോസ് വാട്ടറിൽ ഒരു 2 ടേബിൾ സ്പൂണോളം റോസ് വാട്ടറിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒന്ന് കലക്കിയതാണ്. ഇതൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അവിടെ ഇവിടെയായിട്ട് ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. റോസ് വാട്ടറിന് പകരം പാലിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഇങ്ങനെ ചെയ്താലും മതിയാവും. ഇതിന് മുകളിലായിട്ട് നമ്മൾ ഗാർണിഷിനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള സവാള അതൊന്ന് നിരത്തി കൊടുക്കാം. ഇനി കുറച്ച് നെയ്യൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരിയൊക്കെ വറുത്ത് വെച്ചത് ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള റൈസ് ചേർക്കണം. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ബിരിയാണി മസാലപ്പൊടി, നെയ്യ്, സവാള, റോസ് വാട്ടർ, അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, പിന്നെ മല്ലിയില, പുതിനയില. ഇനി ഇത് മൂടി വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞ തീയിൽ 15 തൊട്ട് 20 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം.
ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന പാത്രത്തിന് കട്ടി കുറവാണെങ്കിൽ ഒരു ദോശക്കല്ലിന്റെ മുകളിൽ വെച്ചിട്ട് വേണം അത് ദം ചെയ്യാനായിട്ട്. ഇങ്ങനെ ഒരു 20 മിനിറ്റ് ഒക്കെ ദം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടൊരു മിനിമം 10 മിനിറ്റ് എങ്കിലും കഴിഞ്ഞിട്ട് വേണം നമ്മൾ തുറക്കാനായിട്ട്. ഇനി അത് കൂടുതൽ സമയം വെക്കുകയാണെങ്കിൽ, അതായത് ഒരു മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിത് വിളമ്പുന്നതെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ബിരിയാണി. ഇത് വിളമ്പുമ്പോൾ മുകളിലുള്ള റൈസ് ഒന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഏറ്റവും അടിയിൽ നിന്ന് മട്ടൻ പീസോട് കൂടി മസാല ഇങ്ങനെ എടുക്കാം. എന്നിട്ട് ആ മസാല ചേർന്നിട്ടുള്ള റൈസ് അതിൻ്റെ മുകളിലേക്ക് വയ്ക്കാം. എന്നിട്ട് ഏറ്റവും മുകളിലായിട്ട് മസാല ഒന്നും ചേരാത്ത ആ റൈസ് വിളമ്പണം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് സവാള, അണ്ടിപ്പരിപ്പ് അതൊക്കെ ചേർത്തിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. ഇത് പുതിന ചമ്മന്തി, അച്ചാറ്, പപ്പടം, സലാഡ് ഇതിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.